അച്ഛങ്ങൾ എവിടെയാണ് 2 ദിവസം? 2 ദിവസം എവിടെയാണ്? കൊട്ടിയൂര്. കൊട്ടിയൂര് തിരക്കുണ്ടോ? എല്ലാവർക്കാ നിറയെ വെള്ളം ഉണ്ടല്ലേ? അങ്ങനെ നമ്മൾ അച്ഛൻ 2 ദിവസം അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞതാണ് കുട്ടിയുടെ നല്ല തിരക്കാണ്, നല്ല വെള്ളമാണെന്നൊക്കെ. അപ്പോൾ മഴയല്ലേ, അപ്പോൾ അങ്ങനെ ഇതാ ശ്രീക്കുട്ടി ഇതാ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടേ. അങ്ങനെ ശ്രീക്കുട്ടി ഇതാ വാവേനെ ആദ്യം എടുത്തിട്ട് കളിപ്പിക്കുകയാണ്. അത് എന്തായാലും ആദ്യം കുറച്ച് വന്നിട്ട് അവളെ എടുത്തതിൻ്റെ ശേഷമുള്ളൂ കേട്ടോ, പിന്നെ മേലെഴുകാനൊക്കെ പോകുള്ളൂ. അപ്പോൾ നിധിമോളാണെങ്കിൽ ഇതാ ഇവിടുന്ന് ഇങ്ങനെ അച്ഛനൊരു പാവ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മൾ പഴയ ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ കിട്ടല്ലോ ഒരു പഴയ ടൈപ്പ് ഒരു പാവ, ആ ഒരു പാവയാണ് കേട്ടോ. ഇതിങ്ങനെ എനിക്ക് കളിക്കുമ്പോൾ പി പി എന്നുള്ള ശബ്ദം വരും കേട്ടോ. അപ്പോൾ അത് ആദ്യം ശ്രീക്കുട്ടി പറഞ്ഞാൽ എനിക്ക് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു അവളെല്ലാം ചെറുതൊക്കെ കൊടുത്തേക്കാണ്. പിന്നെ അച്ഛതാ ഇങ്ങനത്തെ ഓരോ മാലയും ക്ലിപ്പൊക്കെ കൊണ്ടു കൊടുത്തിട്ടോ. അവിടെ നിന്ന് കണ്ടപ്പോൾ വാങ്ങിച്ചാണെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇതാ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. ഇതൊക്കെ കാണുമ്പോൾ പണ്ടൊക്കെ എപ്പോഴും ഉത്സവപ്പറമ്പിലൊക്കെ പോയിരുന്നു കേട്ടോ. ഉത്സവമൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ അവിടെ പോയിട്ട് ഓരോന്നൊക്കെ വാങ്ങിയിരുന്നു. പഴയ ഒരു മോഡലാണല്ലോ ഇങ്ങനത്തെ മാലകളൊക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പം പിന്നെ പോകുമ്പോൾ അങ്ങനെ വാങ്ങാറൊന്നുമില്ല കേട്ടോ. ഇപ്പം എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ ഈ മാലയും അങ്ങനത്തൊക്കെ വാങ്ങാറില്ലേ. അപ്പോൾ അങ്ങനെ നിധിക്കാണെങ്കിൽ ആ പാവ അതാ കണ്ടപ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അവളത് എടുത്ത് കളയാണ് കേട്ടോ. പിന്നെ അത് അച്ഛൻ വരുമ്പോൾ കൊണ്ടുവന്നാണ് ചായക്ക്. അപ്പോൾ അതും കൂടി കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളിന്ന് ഞാനും അച്ഛനും കൂടി വാഷിംഗ് മെഷീൻ പുറത്തായിരുന്നു. അപ്പോൾ നമ്മളവിടെ മഴ പെയ്യുന്നുണ്ട്, ഷീറ്റ് ഇട്ടുണ്ട്, എന്നാലും അതിനെ എടുത്ത് അകത്തേക്ക് ആക്കി. ഇപ്പോൾ നിധി ഉള്ളതുകൊണ്ട് ശ്രീക്കുട്ടി സ്കൂളും പോകും. അപ്പോൾ എനിക്ക് അലക്കാൻ എപ്പോഴെപ്പോഴും പിന്നോട്ട് പോകാൻ കഴിയുന്നില്ല കേട്ടോ അടുക്കള ഭാഗത്തേക്ക്. അപ്പോഴേ എൻ്റെ പിന്നാലെ തന്നെ ആൾ ഓടി വരും. നിധി ഇങ്ങനെ ബാക്കിൽ ഓടി വരും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇത് കിച്ചണിലേക്ക് ഇട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അലക്കും അവൾ നോക്കുകയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ ഇനി ഇവനെ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം. അവൻ്റെ സ്ഥാനമാണ് ഞാൻ ആ വാഷിംഗ് മെഷീന് കൊടുത്തത്. അപ്പോൾ അവനെ ആദ്യം തന്നെ നമ്മളെ ഡൈനിങ് ടേബിളിൻ്റെ ഏരിയയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അവിടെ ഒരു സൈഡിൽ ഒരു സ്പേസ് ഉണ്ട്, അപ്പോൾ അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് വെള്ളം തൂവിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് പണിയെടുക്കുകയാണെങ്കിലും ആൾ ഓടി വരും കേട്ടോ. എപ്പോൾ വരും ഇവിടെയൊക്കെ നമ്മൾ തുടച്ചുകൊടുത്തിലൊക്കെ ആയിട്ട് അടിച്ചു വരാണെങ്കിലൊക്കെ വരും. അതാ വന്നിട്ട് അപ്പോൾ അവിടെ വന്ന് എൻ്റെ അടുത്ത് കഥകളൊക്കെ ഇങ്ങനെ പറയാം, ഓരോന്നും എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ആൾ മേലെഴുകൊക്കെയാണ്. അങ്ങനെ പിന്നെ ഞാനും അച്ഛനും കൂടി ഒന്ന് വൈകുന്നേരം പുറത്ത് വേണേ. ശ്രീക്കുട്ടിനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. അപ്പോഴേക്കും നിധീനെയൊക്കെ മാറ്റിച്ച് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ശ്രീക്കുട്ടിക്ക് എക്സാമാണ് ട്യൂഷൻ ക്ലാസ്സിൽ, അപ്പോൾ ഇരുന്ന് പഠിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് കൂട്ടി കൊണ്ടുപോയാലും ശരിയാവില്ല. ഞാനും അച്ഛനും കൂടി ഇതാ നിധിമോൾക്കൊരു കൊലുസ് വാങ്ങാനാണ് കേട്ടോ പോകുന്നത്, പാദസരം. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഉണ്ട്. അപ്പോൾ അത് കാലിലൊക്കെ ഇട്ട് നോക്കിയിട്ടോ. പിന്നെ ഇത് 1 ഗ്രാമിൻ്റെ ഒരു ഷോപ്പാണ്, മംഗല്യ ഗോൾഡ് ആണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ അത് SM സ്ട്രീറ്റിലാണ്. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ ഞാനൊരു സെക്കൻഡ് സെഡ് വാങ്ങാൻ കയറിയാണ്. അങ്ങനെ നിധീനെയും കൊണ്ട് കുറച്ച് സമയം നമ്മൾ മിഠായിത്തെരുവ് കൂടി നടന്നിട്ടുണ്ട്. മിഠായിത്തെരുവിൽ ഇനി പോണൊക്കെ അല്ലേ, തിരക്കായി വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഈ പാദസരം ഇട്ടിട്ട് നടക്കുന്ന ആളെ കാണണ്ടേ. അങ്ങനെ ഞാനും ശ്രീക്കുട്ടിയും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നടക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ്, കിലുക്കം ഇങ്ങനെ കേൾക്കുകയും ചെയ്യുക. ആ കുഞ്ഞിക്കാല് വെച്ച് നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ശ്രീക്കുട്ടി ഇതാ കുറച്ച് സമയം അവളെടുത്ത് കളിപ്പിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ടൗണിലൊക്കെ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.